എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനന്തു എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഒരുപാട് രോഗികളെ കാണാറുണ്ട്. പല്ലുവേദനയായിട്ട് നമ്മുടെ അടുത്ത് വരും. പക്ഷെ അത് വളരെയധികം സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പം നമ്മൾ പെയിൻ മാനേജ്മെന്റ് ചെയ്യും, അത്യാവശ്യം ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ഡെന്റിസ്റ്റ് അടുത്ത് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. അസഹനീയമായിട്ടുള്ള വേദനയാണ്. അപ്പം എൻ്റെ ഫാമിലിയിലൊക്കെ ഈ പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് പണ്ട് പോലെ ചെറുപ്പത്തിലേ ഞാൻ കാണാറുണ്ട്. ദന്ത സംരക്ഷണത്തിന് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. മിക്ക പേസ്റ്റുകളും നോക്കുമ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ കണ്ടന്റ്സ് വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെക്കുറിച്ച് വായിച്ചു, പഠിക്കാൻ നോക്കി. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റുകളിൽ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പേസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്, ഹെർബൽ ആയുർവേദിക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന്റെ കണ്ടന്റ്സ് എടുത്ത് നോക്കുമ്പോഴും വളരെ 1-2 കണ്ടന്റ്സ് മാത്രം ആയുർവേദിക് കണ്ടന്റ്സും, മറ്റുള്ളതെല്ലാം ഈ സ്ഥിരം കെമിക്കൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ എഡിനോറ എന്നൊരു പേസ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടത്. അപ്പം അതിന്റെ ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹം പ്രഭാകരൻ എന്ന് പറയുന്നൊരു സാറാണ്. അപ്പൊ അദ്ദേഹം ഈ പേസ്റ്റ് കഴിച്ചു കാണിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇതൊരു എഡിബിൾ പേസ്റ്റ് ആണത്. അപ്പൊ അതാണ് എന്റെ കൺസെപ്റ്റ്. ഇത് കഴിക്കാൻ പറ്റും, അത് ഒരു ആരോഗ്യത്തിനും ഒരു പ്രശ്നം, ഒരു ടോക്സിസിറ്റി ഉള്ള ഒരു പേസ്റ്റ് അല്ല എന്ന് അതിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം നടത്തിയ റിസർച്ചുകളും എല്ലാം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടന്റ്സും ഞാൻ അതിലൂടെ എല്ലാം കടന്നുപോയി. അപ്പൊ ഇതെല്ലാം നാച്ചുറൽ എഡിബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അപ്പം ഈ വീഡിയോയിൽ അദ്ദേഹം അത് ഒരു ഫുൾ ട്യൂബ് കഴിച്ചു കാണിക്കുകയാണ്. അപ്പോഴാണ് അതിനെപ്പറ്റി എനിക്ക് താല്പര്യം തോന്നിയതും. കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് എഡിനോറ ഓൺലൈൻ വഴി വാങ്ങിയത്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് വരെ എനിക്ക് പല്ല് പുളിപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, സെൻസിറ്റിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് സെൻസിപ്രോ എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. 3 ടൈപ്പാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് എഡിനോറ സെൻസിപ്രോ എന്ന് പറയുന്നത്, അത് ഈ പല്ല് പുളിപ്പിന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക്, രോഗങ്ങളുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് എഡിനോറ പ്രൈം എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മീൻസ് ഒരു ആയുർവേദിക് ഫോർമുലേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പേസ്റ്റ് നോക്കുന്നവർക്ക് എഡിനോറ പ്രൈം. പിന്നെ എഡിനോറ കിഡാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോള് 2 വയസ്സ് കഴിഞ്ഞു. ഒരിക്കലും പല്ല് തേക്കാൻ സമ്മതിക്കാത്ത, എല്ലാ ദിവസവും രാവിലെ അതൊരു വലിയൊരു വഴക്കും കരച്ചിലും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ എഡിനോറ കിഡ് ഞാൻ മോൾക്ക് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ്ലി എഡിബിൾ ആണ്. അപ്പൊ അത് ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ വായിൽ തന്നെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വായിൽ നിന്ന് നമ്മൾ ഇപ്പം ഒരു പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ സിസ്റ്റത്തിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് കുഞ്ഞിന് യൂസ് ചെയ്തതിനു ശേഷം ഇപ്പം അവള് രാവിലെ പല്ല് തേക്കാനായിട്ട് സന്തോഷത്തോടാണ് വരുന്നത്. ഈ പേസ്റ്റ്, ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഇപ്പൊ അങ്ങനെ ഒരു പല്ല് തേക്കാൻ നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്ത് പാങ്ങപ്പാറ ഉള്ള അവരുടെ ഓഫീസിൽ പോയി, എഡിനോറയുടെ ഓഫീസിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ഫൗണ്ടറുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രഭാകരൻ സാറായിട്ട് സംസാരിച്ചു. 1 മണിക്കൂറോളം സംസാരിച്ചു. ഞാനും എന്റെ വൈഫുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം വ്യക്തമായിട്ട് ഇതിനെ പറ്റിയിട്ട്, ഇതിന്റെ കണ്ടന്റ്സ്, ഇതിന്റെ പേര് നടത്തിയ റിസർച്ചുകൾ, ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരികയും, എങ്ങനെ പല്ല് തേക്കണം, ഏത് രീതിയിൽ ചെയ്യണം, ഫ്ലോസ് ഉപയോഗിക്കേണ്ട രീതി, അപ്പം ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും അതിന്റെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും സാധിക്കും. മിക്ക ആൾക്കാരും ഈ പല്ലിന്റെ കാര്യത്തിൽ വലിയ കെയർ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ വേദന വരുമ്പോഴോ മാത്രമാണ് അവർ ട്രീറ്റ്മെന്റിനായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുന്നത്. എപ്പോഴും പല്ലിന്റെ കാര്യത്തിൽ പ്രിവെൻഷൻ ബെറ്റർ ആണ്. അത് ഒരു പ്രിവെന്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഒരുപാട് പേഷ്യൻസ് നമ്മൾ കാണുന്നതാണ് ഈ പല്ല് വേദനയായിട്ട് വരുന്ന, രാത്രിയിലൊക്കെ സഹിക്കാൻ പറ്റാത്ത അസഹനീയമായിട്ടുള്ള വേദനയായിട്ട് വരുന്നത്. ഇതിനൊരു പ്രിവെൻഷൻ അത്യാവശ്യമാണ്. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ 1 മണിക്കൂറോളം സംസാരിച്ചു. വളരെ ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ്. വളരെ നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചു. താങ്കളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഇത്രയും വർഷം യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് ഈ പല്ലുപുളിപ്പിന്റെ പ്രശ്നം മാറിക്കിട്ടി. പിന്നെ അനാവശ്യമായിട്ട് ഒരുപാട് പതഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അങ്ങനെ ഒരു പതയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മളത് വായിലോട്ട് ഇറക്കിയാലും കുഴപ്പമില്ലാത്തൊരു പേസ്റ്റാണ്. അതിന്റെ കണ്ടന്റ്സ് എല്ലാം വളരെയധികം എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ഓറൽ മൈക്രോബ്സിനെ, വയറിലുള്ള നല്ല ബാക്ടീരിയസിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുകയും
ഈ പല്ലിന്റെ പോട് വരുന്നതും മറ്റ് മോണരോഗങ്ങൾ വരുന്നതിനൊക്കെ തടയാൻ സാധിക്കും. അങ്ങനെയുള്ള പല ഗുണങ്ങളും ഇതിൽ കാണാൻ സാധിച്ചു. എന്റെ അനുഭവത്തിൽ അത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മോളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്തവണ ഞാൻ പോയപ്പോഴും പർച്ചേസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു ആൾട്ടർനേറ്റീവ് ആയിരിക്കും. നമസ്കാരം.